Meet the editors. ദില്ലി ചർച്ച പോസിറ്റീവോ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ഈ സഹകരണ ഫെഡറലിസത്തിൽ നിന്ന് സംഘർഷ ഫെഡറലിസത്തിലേക്ക് മാറിയതിൻ്റെ ഒരു കഥയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നപ്പോൾ കാലത്ത് കേരളവും ഗവർണറും തമ്മിലും കേരളവും കേന്ദ്രവും തമ്മിലും കണ്ടത്. ഇപ്പോൾ കാറ്റ് മാറി വീശുകയാണ്. രാജേന്ദ്ര ആർലേക്കർ നോക്കൂ, കേരളത്തിൻ്റെ ഗവർണർ മുഖ്യമന്ത്രിക്കൊപ്പം UDF എംപിമാരുമായി അത്താഴവിരുന്ന് നടത്തുന്നു. അതിനുശേഷം ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഗവർണറുടെ തന്നെ സാന്നിധ്യമുണ്ടാവുന്നു. ആ ചർച്ചയിൽ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി നിർമ്മലാ സീതാരാമനെ വളരെ ഇൻഫോർമലായി പ്രഭാത ഭക്ഷണവേളയിൽ ധരിപ്പിക്കുന്നു. കാറ്റ് മാറി വീശുകയാണ്. ദില്ലി ചർച്ച പോസിറ്റീവായോ? നോക്കൂ, ഡൽഹിയിലെ കേരള ഹൗസ് കേന്ദ്രീകരിച്ച് ഇന്നലെയും ഇന്നുമായി സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെയൊക്കെ പോസിറ്റീവായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്കറിയുന്നത് പോലെ തന്നെ കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക ദുരവസ്ഥയാണ്. കേരളം കടന്നു പോകുന്നത് അതിഭീകരമായൊരു സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകാനിടയില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ സ്ഥിതി എന്താ? ഏതാണ്ട് 60 ലക്ഷത്തിലേറെ പേർക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളെങ്കിലും നിർവഹിക്കാൻ കഴിയും വിധം നമ്മൾ നൽകിക്കൊണ്ടിരുന്ന ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു, അല്ലേ? ക്ഷേമ പെൻഷൻ കൊടുക്കാനും കഴിയുന്നില്ല, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനും കഴിയുന്നില്ല. എത്ര പേരുടെ ജീവിതത്തെയാണ് അത് ഡയറക്റ്റായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ കാരുണ്യ പദ്ധതിയുടെ ഒരു സ്ഥിതിയാണ്. കാരുണ്യ പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് നമ്മൾ ചികിത്സാ സഹായം എത്തിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ കാരുണ്യ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. എന്താണ്? സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം. അതുപോലെ തന്നെ കർഷകരുടെ പ്രശ്നം ചെറിയൊരു കാര്യമല്ല. ഈ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് അവരുടെ നെല്ല് സംഭരിക്കപ്പെട്ടിട്ടും അവരുടെ പൈസ കിട്ടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ മേഖലയും എടുത്തു നോക്കൂ. സർക്കാർ ജീവനക്കാർക്ക് അവരുടെ DA കുടിശ്ശിക കൊടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഇല്ല. കരാർ ജോലിക്കാർക്ക് അവർക്ക് പൈസ കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ രീതിയിലൊക്കെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഈ സംസ്ഥാനം കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഓരോ മനുഷ്യരും അതൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടും ഇരിക്കുന്നു. ഇപ്പോൾ സപ്ലൈകോയിൽ പോയാലും അവശ്യ സാധനങ്ങളുടെ ലഭ്യതയെല്ലാം ഉറപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ഓരോരോ വിഷയങ്ങളും നമ്മളുടെയൊക്കെ ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരൊറ്റ കാരണമേ ഉള്ളൂ. എന്താണ്? നമുക്ക് സാമ്പത്തികമായ ഒരു ഭദ്രതയില്ലാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു കേരളത്തിൽ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത് ദേശീയപാത വികസനമാണ്. ദേശീയപാതയുടെ വികസനം ഒരു വഴിയിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും പ്രാദേശിക റോഡുകളുടെ അവസ്ഥ എന്താണ്? അതൊന്നും പുതുക്കിപ്പണിയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇനിയിപ്പോൾ മഴക്കാലം കൂടി വരാൻ പോവുകയാണ്. അപ്പോൾ ഈ രീതിയിൽ ഓരോ മേഖലയിലും കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഉറ്റുനോക്കാനായിട്ട് ആകപ്പാടെയുള്ള എന്താണ്? കേന്ദ്ര സർക്കാർ മാത്രമാണ്. ഈ സമയത്ത് കേന്ദ്ര സർക്കാരിൽ നിന്ന് വലിയ രീതിയിലുള്ള സഹായം നമുക്ക് ലഭിച്ചേ കഴിയുള്ളൂ. നമ്മൾ ഈ വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ മുമ്പിൽ ഇപ്പോഴും അന്തം വിട്ടു നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്നലെ ഇപ്പോൾ ഗവർണറുടെ നേതൃത്വത്തിൽ നടക്കുന്ന അത്താഴ വിരുന്ന് അദ്ദേഹം അത് എവിടെയാണ് നടത്തിയത്? അത് വളരെ പ്രധാനമാണല്ലോ. ഇപ്പോൾ ഗവർണറായി ചുമതലയേറ്റതിന് ശേഷം നേരെ രാജ്ഭവനിൽ എല്ലാ MPമാരെയും വിളിച്ചു വരുത്തിയിട്ട് ഒരു അത്താഴ വിരുന്ന് നടത്തുകയല്ല ആർലേക്കർ ചെയ്തത്. അദ്ദേഹം ഡൽഹിയിലെത്തി കേരള ഹൗസിലിരുന്ന് എല്ലാ MPമാരെയും വിളിച്ചു വരുത്തി അവിടെ ഇരുന്നിട്ടാണ് ചർച്ചകൾ നടത്തുന്നത്. ഒരു അത്താഴ വിരുന്നിൻ്റെ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് അവിടേക്ക് മുഖ്യമന്ത്രിയും വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവാണെന്ന് മാത്രമല്ല, ടീം കേരള എന്നൊരു സ്പിരിറ്റിനോടൊപ്പം താനും നിൽക്കും എന്നുള്ളൊരു സന്ദേശമാണല്ലോ ആർലേക്കർ നൽകുന്നത്. നിശ്ചയമായും അതെല്ലാം ചില പോസിറ്റീവായ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് ഇന്ന് രാവിലെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേരള ഹൗസിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത്. ഞാൻ ഡൽഹിയിൽ റിപ്പോർട്ടിംഗ് നടത്തിയിട്ടുള്ള ഒരാളാണ്. എൻ്റെ അനുഭവത്തിലോ ഓർമ്മയിലോ ഇത്തരത്തിലൊരു ജസ്റ്റർ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ EK നായനാർ മരിച്ച സമയത്ത് അവിടെ മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും കൂടി ഒരിക്കൽ കേരള ഹൗസിൽ വന്നിരുന്നു. ആ ദിവസം അവിടെ വന്നിട്ട് ഒരു അനുശോചനം അർപ്പിച്ച് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത്തരത്തിൽ കേന്ദ്രമന്ത്രിമാർ വളരെ പവർഫുൾ ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വന്ന് കാണുന്നൊരു പരിപാടിയൊന്നും എൻ്റെ ഒരു അനുഭവ കാലത്ത് ഡൽഹിയിൽ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇന്നിപ്പോൾ ധനമന്ത്രി വരുന്നു, 50 മിനിറ്റോളം നീണ്ടുവന്നു ആ കൂടിക്കാഴ്ച എന്നാണ് പറയുന്നത്. അതും ഒരു പ്രാതലിൻ്റെ അന്തരീക്ഷത്തിലാണ് നടക്കുന്നത്. അവിടെ ഈ പറയുന്ന GST കോമ്പൻസേഷൻ്റെ പ്രശ്നം ഉന്നയിക്കപ്പെടുന്നുണ്ട്, എയിംസിൻ്റെ പ്രശ്നം ഉന്നയിക്കപ്പെടുന്നുണ്ട്, വയനാട് വിഷയം ഉന്നയിക്കപ്പെടുന്നുണ്ട്, വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രശ്നം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഉന്നയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ധനമന്ത്രിയോട് പറയുന്നു എന്ന് പറയുന്ന സാഹചര്യത്തെ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതിലിപ്പോൾ ഒരു നെഗറ്റീവായ വാർത്തയുള്ളത് എന്ന് പറയുന്നത് ആശാവർക്കറുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ സമരവുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകേണ്ട ഇൻസെൻറ്റീവിനെ സംബന്ധിച്ചൊക്കെയുള്ള തർക്കങ്ങൾ മീറ്റിംഗിൽ ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അത് മാറ്റിവെച്ചാൽ ഈ പറയുന്ന ഇന്നലെ രാത്രിയിൽ നടന്ന അത്താഴ വിരുന്നും ഇന്ന് രാവിലെ നടന്ന പ്രാതൽ മീറ്റിങ്ങും ഒക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കാണുന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളം അതിഗുരുതരമായൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ രാഷ്ട്രീയമായ ഏറ്റുമുട്ടൽ അവിടെ നിൽക്കട്ടെ എന്നേ. രാഷ്ട്രീയമായ ഏറ്റുമുട്ടൽ ഉണ്ടാവുമല്ലോ. കേന്ദ്രത്തിൽ ആര് ഭരിച്ചാലും കേരളത്തിൽ ആര് ഭരിച്ചാലും രണ്ട് രാഷ്ട്രീയ കക്ഷികളായിരിക്കാം ഒരുപക്ഷെ ഭരിക്കുന്നത്. അവരൊക്കെ തമ്മിൽ ആശയപരമായ ഏറ്റുമുട്ടൽ ഉണ്ടാകാം. പക്ഷേ അടിസ്ഥാനപരമായി കേന്ദ്ര സർക്കാരും കേരളത്തിലെ സർക്കാരും ആകെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട സർക്കാരുകളാണ്. അവരെയാണല്ലോ ഉറ്റുനോക്കുന്നത് ജനങ്ങൾ. ഏത് രാഷ്ട്രീയ
കക്ഷിയുടെ ഭാഗമായിരുന്നാലും എനിക്ക് ക്ഷേമ പെൻഷൻ കിട്ടണം. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിരുന്നാലും ഞാനൊരു ഹോസ്പിറ്റലിലേക്ക് പോയാലും എനിക്ക് നല്ല സേവനം ലഭിക്കണം, എനിക്ക് ചികിത്സാ സഹായം ലഭിക്കണം, അല്ലെങ്കിൽ ഞാൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന നെല്ല് സംഭരിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ പൈസ കിട്ടണം. അതൊക്കെ രാഷ്ട്രീയ ഭിന്നതകൾക്കൊക്കെ അപ്പുറത്തുള്ള മാനുഷിക പ്രശ്നങ്ങളാണ്. അത്തരം പ്രശ്നങ്ങളിനകത്ത് ഈ ഏറ്റുമുട്ടലിൻ്റെ അന്തരീക്ഷത്തെ മാറ്റുകയും സമവായത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്താൽ അത് നിശ്ചയമായും ഒരു നല്ല കാര്യമാണ്. ഞാൻ വിചാരിക്കുന്നത് ഇതൊരു നല്ല മഞ്ഞുരുക്കമാണ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് ചില പോസിറ്റീവായ കാര്യങ്ങളുണ്ടാകും. ഇപ്പോൾ വയനാടുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുവദിച്ചിരിക്കുന്ന തുകയുടെ ചിലവാക്കൽ കാലാവധി ഉണ്ടല്ലോ, ആ കാലാവധിയിലൊക്കെ വളരെ പെട്ടെന്ന് ഇളവുകൾ പ്രഖ്യാപിക്കാൻ എളുപ്പമാണ് അതൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ജസ്റ്റേഴ്സൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വരും. അപ്പോൾ ആ അർത്ഥത്തിൽ ഞാനിതിനെ വലിയ പോസിറ്റീവായിട്ടുള്ള ചില നീക്കങ്ങളായി തന്നെയാണ് കാണുന്നത്. എന്നാൽ ഇക്കാര്യത്തിലൊരു സൂക്ഷ്മമായ രാഷ്ട്രീയമുണ്ട്. ആ സൂക്ഷ്മമായ രാഷ്ട്രീയത്തെ കൂടെ പറഞ്ഞുകൊണ്ടേ ഈ അഭിപ്രായം അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. ആ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് കേരളത്തിൽ അതിശക്തമായൊരു ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. ആ ഏറ്റുമുട്ടൽ ആരൊക്കെ തമ്മിലാണ്? കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിലാണ് ഏറ്റവും ശക്തമായ ഏറ്റുമുട്ടൽ. ഒരു ബൈനറി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ആ ബൈനറി എന്ന് പറയുന്നത്? കേന്ദ്രം വേഴ്സസ് കേരളം എന്നുള്ളതാണ്. എന്താ പ്രശ്നം? കഴിഞ്ഞ ഏതാനും മാസക്കാലങ്ങളായിട്ട് അതിശക്തമായിട്ട് സംസ്ഥാന സർക്കാർ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങളോ ക്ഷേമ പ്രവർത്തനങ്ങളോ നടത്താൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു സാമ്പത്തികമായി എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്നൊരു സംസ്ഥാനമാണ് നമ്മളുടേത് എന്ന് മാത്രമല്ല, ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു എൻറ്റയർ ക്യാബിനറ്റ് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിൽ ഒരു നിവൃത്തിയില്ല, ഞങ്ങളെ വലിയ രീതിയിൽ കേന്ദ്രം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, സാമ്പത്തികമായി ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രം വേഴ്സസ് കേരളം, കേരളം എന്ന് പറഞ്ഞാൽ കേരള സർക്കാർ, അങ്ങനെ ഒരു ബൈനറി ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആരാണ്? ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന സർക്കാരാണ്. CPM ആണ്. എന്താ സംശയം അക്കാര്യത്തിൽ? കാരണം വെച്ചാൽ ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്, നോക്കൂ, ഞങ്ങൾ കേന്ദ്രവുമായി ശക്തമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സാമ്പത്തികമായി മാത്രമല്ല, അത് രാഷ്ട്രീയമായി കൂടിയാണ്. ആ രാഷ്ട്രീയമായ ഏറ്റുമുട്ടലും സാമ്പത്തികമായ ഏറ്റുമുട്ടലുമായി സംബന്ധിച്ച് വലിയൊരു നറേറ്റീവ് ഉണ്ടാക്കുന്നതിൽ CPM വിജയിച്ചിട്ടുണ്ട്, കേരള സർക്കാർ വിജയിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു ഏറ്റുമുട്ടലിൻ്റെ അന്തരീക്ഷം ഉണ്ടായപ്പോൾ പ്രതിപക്ഷം പോലും നിശബ്ദമായി പോയില്ലേ? നിങ്ങളെല്ലാ കാര്യത്തിനും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ കേരളത്തിൽ എന്തിനാ ഇങ്ങനെ ഒരു സർക്കാർ എന്ന് ചോദിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പ്രതിപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ നിശബ്ദമാക്കാൻ CPM കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടുണ്ട് ഗുണം. ഒന്ന്, കേന്ദ്രവുമായി ഏറ്റവും നന്നായി ഫൈറ്റ് ചെയ്യുന്നു. രണ്ട്, പ്രതിപക്ഷത്തെ നിശബ്ദമാക്കുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിൽ എന്താ കേരളത്തിൽ ചെയ്തത്? ഇത്തരത്തിൽ ഒരു ബൈനറി ഉണ്ടാക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ആളായി ഒരു റോൾ വഹിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ എന്തൊക്കെയാണ് കണ്ടതെന്നേ, നമ്മൾ കണ്ടത് ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ റോഡിലേക്ക് ഇറങ്ങി SFIക്കാരെ വെല്ലുവിളിക്കുന്നതല്ലേ നമ്മൾ കണ്ടത്. വേറൊരു സ്ഥലത്ത് പോയി നിന്നിട്ട് അദ്ദേഹം ഒരു വലിയ സീൻ സൃഷ്ടിച്ചിട്ട് അമിത്ഷായെ വിളിക്കുന്നു, പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ വിളിക്കുന്നു. പിന്നെ മറ്റൊരിടത്ത് ഏതാണ്, കോഴിക്കോട്ടങ്ങാടിയിൽ എല്ലാ സുരക്ഷാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചുകൊണ്ട് നേരെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നു. ഈ രീതിയിലൊക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയിട്ടുള്ള പ്രകടനങ്ങളുണ്ടല്ലോ, പരസ്യമായ പ്രകടനങ്ങൾ, അതൊക്കെ യഥാർത്ഥത്തിൽ CPMൻ്റെയും സർക്കാരിൻ്റെയും ഈ നറേറ്റീവിനെ വളരെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. അത് കൂടുതൽ ജനകീയമാക്കുകയാണ് ചെയ്തത്. ദേ നോക്കൂ, കേരളവും കേന്ദ്രവുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്, അവർ രാഷ്ട്രീയമായി നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് പറഞ്ഞ ഒരു ആശയത്തിന് അതിശക്തമായി ജനങ്ങൾക്കിടയിൽ പ്രചാരണം നടത്താൻ CPMന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഗുണഭോക്താവ് CPM ആണ്. അപ്പോൾ അതിനകത്തൊരു ദോഷമുണ്ടല്ലോ. ആ ദോഷം ആർക്കാവുള്ളത്? BJPക്ക് വലിയ ദോഷമാണെന്നേ അത്. എന്താ സംശയം? BJP കേരളം ഒരു വലിയ ടാർഗറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയല്ലേ. ഘട്ടം ഘട്ടമായി BJP അതിൻ്റെ വോട്ട് നില ഉയർത്തിക്കൊണ്ടുവരുന്നു. ഘട്ടം ഘട്ടമായി അധികാരത്തിലെത്താൻ കഴിയുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ അത് ഭാവന ചെയ്തെടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു പദ്ധതിയുമായിട്ടാണ് BJP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു എന്താ പറയുക, ഈ സംസ്ഥാനത്തെ ജനങ്ങളെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള നറേറ്റീവ് ശക്തിപ്പെടുകയാണെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ ദോഷം BJPക്ക് കൂടി ഉണ്ടെന്നേ. അത് മനസ്സിലാക്കുന്ന RSS, ഞാൻ RSSനെയാണ് ഈ കാര്യത്തിൽ RSSൻ്റെ ഒരു അടവ് മാറ്റമായിട്ട് തന്നെയാണ്. കാരണം നിങ്ങൾ രാജേന്ദ്ര ആർലേക്കർ ചെറുതായിട്ട് കാണണ്ട, കാരണം വെച്ചാൽ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല ആർലേക്കർ എന്ന് പറഞ്ഞാൽ കറകളഞ്ഞ RSSകാരനാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇപ്പോൾ നടത്തുന്ന ഈ പ്രവർത്തനമുണ്ടല്ലോ, ഈ പ്രവർത്തനം എന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു വർഷം വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുവന്നും മാത്രവുമല്ല, ഞാൻ പ്രതീക്ഷിക്കുന്നത് 7-8 ബില്ലുകൾ ഇനി ഒപ്പിടാനുണ്ടല്ലോ അല്ലേ, ആ ബില്ലുകൾ കൂടി ഒപ്പിടും ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഇവിടെ ഒരു സമവായത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് BJPയുടെ ഒരു രാഷ്ട്രീയത്തെ മാറ്റുന്ന രീതിയിലേക്ക് RSS അതിൻ്റെ തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. അതിൻ്റെ പ്രകടമായ ഒരു ഉദാഹരണമായിട്ട് കൂടി നമ്മളിതിനെ കാണണം. ഞാൻ ഈ പറയുന്ന മീറ്റിങ്ങുകളെയൊന്നും ചെറുതായിട്ട് കാണുന്നില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു, ഇതൊരു നല്ല ജസ്റ്ററാണ്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറാൻ 1, 2, 3 സഹായങ്ങൾ ഇത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ ലഭിക്കുന്നുവെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു നല്ല കാര്യമാണ്. ഏറ്റുമുട്ടൽ മാറ്റിവെച്ച് നമുക്ക് സമവായത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കി ഈ പാവപ്പെട്ട മനുഷ്യരെ, ചികിത്സ കിട്ടാത്ത മനുഷ്യരെ, ക്ഷേമ പെൻഷൻ കിട്ടാത്ത മനുഷ്യരെ, കൃഷിക്ക് തിരിച്ച് പൈസ കിട്ടാത്ത കർഷകരെയൊക്കെ നമുക്ക് സഹായിക്കാം. വയനാട്ടിലെ ദുരന്തം നമുക്കത് മാറ്റി തീർക്കാം. ആ രീതിയിലൊക്കെ കാര്യങ്ങൾ നടക്കട്ടെ, നല്ല കാര്യം. പക്ഷേ ഈ
മാറ്റമുണ്ടല്ലോ, ഈ പൊളിറ്റിക്കലായ ഒരു മാറ്റം കൂടി ഈ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായൊരു തന്ത്രമാണ്. ഇനിയിപ്പോൾ ഒരു ബൈനറി, അതായത് കേരള സർക്കാർ വേഴ്സസ് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്ന ഒരു ബൈനറി വേണ്ട, ഒരു ഏറ്റുമുട്ടൽ വേണ്ട. ഞങ്ങളിതാ നിങ്ങളെ സഹായിക്കാൻ പോകുന്നു, അതിന് മുന്നിട്ടിറങ്ങാൻ പോകുന്നു, നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ വ്യാഖ്യാനം കൂടി വരും. കാരണം എന്താ അറിയോ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11 മണ്ഡലങ്ങളിൽ അവർ 1-ാം സ്ഥാനത്താണല്ലോ BJP, 8 മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്താണല്ലോ. അവർക്ക് 4, 5, 6 സീറ്റുകൾ കിട്ടിയില്ല എങ്കിലുണ്ടല്ലോ, ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ലെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയാവും കേരളത്തിൽ. കാരണം വെച്ചാൽ പിന്നെയും ഒരിക്കൽ കൂടി ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ 10 or 15 വർഷം എടുക്കാം. ഇതാണ് ഏറ്റവും മികച്ച അവസരമായിട്ട് BJP കാണുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതാണ് ഏറ്റവും മികച്ച അവസരമായിട്ട് അവർ കാണുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയം ഒന്ന് മാറ്റിക്കളിക്കുന്നു, അടവ് ഒന്ന് മാറ്റിക്കളിക്കുന്നു, ചുവട് ഒന്ന് മാറ്റിവെക്കുന്നു. ഒരു തർക്കവും വേണ്ട. ഇക്കാര്യത്തിൽ അങ്ങനെ സൂക്ഷ്മമായ രാഷ്ട്രീയം കൂടി ഉണ്ട്. ആ സൂക്ഷ്മമായ രാഷ്ട്രീയത്തെ ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ കേരളത്തിന് ഇത് ഗുണകരമാവുമെങ്കിൽ ഈ നീക്കങ്ങളെല്ലാം നന്നായിരിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. ദില്ലി ചർച്ച പോസിറ്റീവാണോ എന്നാണ് ചോദ്യം. ഈ ഉത്തരത്തിന് പോസിറ്റീവാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ അഭിപ്രായത്തോടൊപ്പം എനിക്ക് 2 കാര്യങ്ങൾ പറയണം. ഒന്ന്, എന്താണ് ദില്ലിയിൽ നടന്ന ചർച്ചയുടെ ക്രെക്സ്, അതെങ്ങനെയാണ് പോസിറ്റീവായി മാറുന്നത്. 2, അതിൻ്റെ രാഷ്ട്രീയം പറയുന്നതിനോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ആശാ വർക്കർമാരുടെ വിഷയം ദില്ലിയിലെ ചർച്ചയുടെ ഭാഗമാകാഞ്ഞത്. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യ ഭാഗത്തേക്ക് എത്തിയാൽ ഈ സാധാരണ നമ്മൾ സഹകരണ ഫെഡറലിസം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അത് 1977 സുപ്രീം കോടതി ഉപയോഗിച്ച ഒരു വാക്കാണ്. സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലാണ് ഈ സഹകരണ ഫെഡറലിസം എന്ന ആശയം സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. പരസ്പരം പോരടിച്ചു നിൽക്കുന്ന ഒരു ഫെഡറലിസത്തിൻ്റെ ഒരു സങ്കല്പമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച് സംസ്ഥാനങ്ങളെ പിരിച്ചുവിടുന്ന കോൺഗ്രസിൻ്റെ ഭരണകാലം. ഈ കാലഘട്ടത്തിലാണ് ഇനി സഹകരണ ഫെഡറലിസത്തിൻ്റെ ആശയമാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളത് എന്ന് സുപ്രീം കോടതി വിധിക്കുന്നതും പിന്നീട് 11 വർഷത്തിനു ശേഷം സർക്കാരിയ കമ്മീഷൻ ഈ സഹകരണ ഫെഡറലിസമാണ് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ചലനഗതിയെ നിശ്ചയിക്കേണ്ടത് എന്ന റിപ്പോർട്ട് സമർപ്പിക്കുന്നതും. എന്നാൽ പക്ഷേ പല ഘട്ടങ്ങളിലും കേന്ദ്ര സർക്കാർ ഭരിക്കുന്നതും സംസ്ഥാന സർക്കാർ ഭരിക്കുന്നതും വെവ്വേറെ പാർട്ടികളാവുന്ന ഘട്ടത്തിൽ ഈ സഹകരണ ഫെഡറലിസം എന്നൊരാശയം നമുക്ക് നടപ്പിലാക്കാൻ കഴിയാറില്ല. പലപ്പോഴും യുദ്ധമുഖത്ത് നിൽക്കുന്ന പോരാളികളെ പോലെ കേന്ദ്രവും സംസ്ഥാനവും ഏറ്റുമുട്ടുന്നതാണ് നമ്മൾ കണ്ടത്. അതിന് കോൺഗ്രസിൻ്റെ കാലത്ത് ആർട്ടിക്കിൾ 356 ഗവർണറുമൊക്കെ പരിമിതമായ തോതിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിനു ശേഷം എല്ലാവിധ ഭരണഘടനാ മെഷീനറിയും സ്റ്റേറ്റുകൾക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടുവരുന്നു. ഒടുവിൽ ധനമന്ത്രാലയത്തെ പോലും കേന്ദ്രത്തിൻ്റെ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതടക്കം ഫിനാൻസ് കമ്മീഷനെ പോലും ഉപയോഗിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ദില്ലിയിൽ നടന്ന ചർച്ചയെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കണക്കാക്കുന്നത്. അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സൂക്ഷ്മ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിൽ നടക്കുന്ന കേന്ദ്രവിരുദ്ധ സമരങ്ങളെല്ലാം അടിസ്ഥാനമായി BJPയുടെ വളർച്ചാ സാധ്യതയാണ് ബാധിക്കുന്നത് എന്നത് വളരെ വ്യക്തമായിട്ടറിയാവും RSSന് എന്നുള്ളതാണ്. ഓരോ ഘട്ടവും നമ്മൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ കേരളത്തോട് എന്തിന് നിങ്ങൾ ഇത് ചെയ്തു എന്ന ചോദ്യം. എനിക്കൊന്ന് വി മുരളീധരൻ അടക്കമുള്ള മന്ത്രിമാർക്കെതിരെ കേരളത്തിൽ ഉയർന്ന പ്രതിച്ഛായ എന്ന് പറയുന്നത് ഒരു കേരള വിരുദ്ധ മന്ത്രി എന്ന പോലും പ്രതിച്ഛായ ടാഗ്ലൈൻ പോലും കൊടുത്തിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും കേന്ദ്രമന്ത്രിമാരെ കേരള വിരുദ്ധ കേന്ദ്രമന്ത്രിമാർ എന്ന ടാഗ്ലൈനിലാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരു പരിധിവരെ 90% മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ അത് BJPയുടെ വളർച്ചയെ തടയുന്നു എന്നത് തിരിച്ചറിയുന്നു. അതിൻ്റെ കൂടി സാധ്യതയിലാണ് 13 സീറ്റുകളെങ്കിലും 2026 പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ഷെയർ വെച്ച് കണക്കിലാക്കിയ കേന്ദ്രം തീർച്ചയായിട്ടും ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിലേക്ക് പോകുന്നു. ആ ഗിയർ ഷിഫ്റ്റിങ്ങിന് ആദ്യ സൂചന നമ്മൾ ഇവിടെയല്ല കണ്ടത്. ഇൻവെസ്റ്റ് കേരളയിൽ വന്ന പീയൂഷ് ഗോയൽ പറഞ്ഞതെന്താ, കേരളത്തിൻ്റെ എല്ലാ വികസന പദ്ധതികളോടൊപ്പവും കേന്ദ്രമൊപ്പമുണ്ട് എന്നാണ്. ഒരു താമര ഇവിടെ വിരിഞ്ഞിട്ടില്ലല്ലോ എന്നുകൂടി അദ്ദേഹം ഭംഗിന്ദ്രയുടെ തമാശ രൂപേണ പീയൂഷ് ഗോയൽ പറഞ്ഞു പോകുന്നുണ്ട് ഇൻവെസ്റ്റ് കേരള മീറ്റിൽ. എന്നിട്ട് അദ്ദേഹം പ്രകീർത്തിക്കുന്നുണ്ട് കേരളത്തിൻ്റെ വികസന പദ്ധതിയെക്കുറിച്ച്, നിക്ഷേപ സൗഹൃദമാക്കുന്ന ഇനിഷ്യേറ്റീവുകളെക്കുറിച്ച് പീയൂഷ് ഗോയൽ വന്ന് വളരെ സൗഹൃദമായിട്ട് സംസാരിച്ചു പോകുന്നുണ്ട്. നിതിൻ ഗഡ്കരി അതിനുശേഷം വന്ന് കൈയച്ചല്ലേ കേരളത്തിൽ വികസന പദ്ധതികൾക്ക് പ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ ഈ രണ്ടും ഇൻവെസ്റ്റ് കേരളയിലെ വളരെ പോസിറ്റീവ് ജസ്റ്റേഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് KV തോമസ് നിർമ്മലാ സീതാരാമനെ കാണാൻ വേണ്ടി പോയത് നമ്മൾ ചർച്ച ചെയ്തല്ലോ. ആ സമയത്ത് ആണ് ഈ ഇൻഫോർമൽ മീറ്റിങ്ങിനുള്ള യഥാർത്ഥത്തിലുള്ള തീരുമാനം ഉണ്ടാകുന്നത്. KV തോമസിനോട് നിർമ്മലാ സീതാരാമൻ പറയുന്നു, മുഖ്യമന്ത്രി വരുന്നുണ്ടല്ലോ കേരള ഹൗസിൽ, ഞാൻ വരുന്നുണ്ട് എന്ന് കേന്ദ്രമന്ത്രിയാണ് KV തോമസിനോട് പറയുന്നത്. ഫ്രം സോഴ്സസ് ഇത് കേരള മുഖ്യമന്ത്രി അങ്ങോട്ട് വെച്ചൊരു പ്രപ്പോസൽ ആയിട്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത്. നിർമ്മലാ സീതാരാമൻ തന്നെ KV തോമസിനോട് ഇന്ന് എന്താണോ ചർച്ച ചെയ്യപ്പെട്ടത് ആ വിഷയങ്ങളുടെ ഫയലുകൾ കൊണ്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ പറയുന്നു, ഞാൻ വരുന്നുണ്ട്, മുഖ്യമന്ത്രിയെ നേരിട്ട് ഞാൻ വന്ന് കാണാം, പക്ഷേ അത് ഹൈലി ഇൻഫോർമൽ ആയിരിക്കണം എന്ന് പറയുന്നു. ഒരു സൗഹൃദ സന്ദർശനമായിട്ട് കണക്കാക്കിയാൽ മതി, കൂടുതൽ ഉദ്യോഗസ്ഥരൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അതിനെ തുടർന്നൊരു പ്രസ് ബ്രീഫിങ്ങോ അതിനെ തുടർന്ന് ഏതെങ്കിലും ഉറപ്പുകൾ കൊടുക്കാനോ ഒന്നുമല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഇറ്റ്സ് എ പ്യുവർലി ഫ്രണ്ട്ലി വിസിറ്റ്. ഒരു വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള, ഒരു പക്ഷേ
സഹകരണ ഫെഡറലിസം ഒക്കെ നടപ്പിലാക്കുന്നതിന് എല്ലാ ചട്ടങ്ങൾക്കും അപ്പുറത്ത് നിന്നുകൊണ്ടുള്ള ഒരു പോസിറ്റീവ് ജസ്റ്റർ ആയിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. ഇനി കേരള ഹൗസിൽ വന്നപ്പോൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്താ? അവിടെ സാന്നിധ്യമായിരുന്നതാരാ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർലേക്കറിന്റെ സാന്നിധ്യം നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന് വേണ്ടി ഒരുമിച്ച് നിന്ന് കേന്ദ്രത്തോട് കാര്യങ്ങൾ ആവശ്യപ്പെടാം എന്ന് നിലപാടെടുത്ത ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? ഒരു സന്ദർഭവും ഉണ്ടായിട്ടില്ല. ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ പ്രായോഗിക രാഷ്ട്രീയം നന്നായി അറിയാവുന്നയാളാണ് ആർലേക്കർ. ഒരു RSS കേഡറാണ് എന്നത് മാത്രമല്ല, ഗോവയിലെ സ്പീക്കറായിരുന്ന കാലയളവിലും പിന്നീട് അദ്ദേഹം ഗവർണറായിരുന്ന കാലയളവിലും പക്കാ കേഡറായിട്ട് പ്രവർത്തിച്ചയാളാണ്. കേരളത്തിൽ ഇതിനു മുൻപ് അതേസമയം സർക്കാരിൻ്റെ സമ്മർദ്ദത്തിലേക്ക് ഒരു തീരുമാനം ആർലേക്കർ വരുന്ന സമയത്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ VC-മാരുമായിട്ട് ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് കേരള സർക്കാർ പുറപ്പെടുവിച്ച ഒരു ടൈറ്റിൽ തന്നെ മാറ്റി, അതായത് UGC-ക്കെതിരെ എന്നുള്ളത് മാറ്റി UGC-യുടെ വിദ്യാഭ്യാസ നയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച എന്ന തരത്തിലേക്ക് ആ ടൈറ്റിൽ മാറ്റാൻ ഗവർണർ നിർദ്ദേശിച്ചു. സംസ്ഥാന സർക്കാർ അതിന് വഴങ്ങി. അതിന് പ്രത്യുപകാരമായിട്ട് എന്ത് സംഭവിച്ചു? സർവകലാശാല ഭേദഗതി ബില്ലും സർവകലാശാല ബില്ലും ഒപ്പിട്ട് നിയമസഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി കൊടുത്തു ഗവർണർ എന്നുള്ളതാണ്. അപ്പോൾ ഗവർണർ ആ പോസിറ്റീവ് ജസ്റ്റർ കാണിച്ചതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു കേരള ഫ്രണ്ട്ലി ഗവർണറായിട്ട് മാറുന്നു. ഗവർണറിലൂടെ ഈ പോസിറ്റീവ് ജസ്റ്ററിലൂടെ BJP കേരള വിരുദ്ധമാണ് എന്ന ടാഗിനെ മാറ്റി എഴുതാൻ വളരെ ആസൂത്രിതമായൊരു ശ്രമം നടക്കുന്നത് ഞാനതിനെ പോസിറ്റീവായിട്ടാണ് കണക്കാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അത് കേരളത്തിൻ്റെ വികസനത്തിന് ആത്യന്തികമായി ഗുണം ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ചർച്ചയിലേക്ക് വന്നാൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത്തവണ നിർമ്മലാ സീതാരാമനുമായി സംസാരിച്ചത്. ഫിനാൻസ് സെക്രട്ടറിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, KV തോമസ് ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അതേപോലെ നിർമ്മലാ സീതാരാമനും ഉണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്ത വിഷയം എന്താ? ഒന്ന്, വിഴിഞ്ഞത്തെ വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം നിർമ്മലാ സീതാരാമന് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ കണക്ക് പറഞ്ഞല്ല ഇത് അവതരിപ്പിക്കുന്നത്. ഈ വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിൽ ചില ആശങ്കകളുണ്ട്. ആ ആശങ്കകൾ മാറ്റണം. എന്താണ് ആശങ്ക? 817 കോടി രൂപ വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗ് ആയിട്ട് തിരിച്ചടവില്ലാത്ത കേന്ദ്ര സഹായമായിട്ട് വിഴിഞ്ഞത്തിന് നൽകാം എന്നതായിരുന്നു പദ്ധതി. അത് നേരത്തെ തൂത്തുക്കുടിയിൽ നൽകിയിരുന്നതാണ്. അപ്പോൾ അതേപോലെ വിഴിഞ്ഞത്തും നൽകാം എന്ന് ഉറപ്പ് നൽകിയിരുന്നത്. പക്ഷേ പിന്നീട് മാറി അത് റവന്യൂ ഷെയറിംഗ് ബേസിസിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടവ് വരണം. 817 കോടി രൂപ ഇന്ന് കേന്ദ്രം വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിന് തന്നാൽ കേരളം 10,000 മുതൽ 12,000 കോടി വരെ കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് തിരിച്ചടക്കേണ്ടി വരും. 10,000 കോടി രൂപ കസ്റ്റംസ് ഡ്യൂട്ടി വന്നാൽ 6,000 കോടി രൂപയും കേന്ദ്രത്തിനാണ് പോകുന്നത് വിഴിഞ്ഞത്ത് എന്നതിരിക്കെ ഈ 817 കോടി തന്നതിൻ്റെ പേരിൽ 10,000 കോടി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് അത് മാറ്റിത്തരണം. അത് വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗ് ആയിട്ട് തന്നെ അനുവദിക്കണം. അത് തിരിച്ചടവില്ലാത്ത ഒരു കേന്ദ്ര സഹായമായിട്ട് നൽകണം. കാര്യം കേന്ദ്രത്തിലാണ് ഇതിൻ്റെ ഭൂരിപക്ഷം ലാഭം പോകുന്നത്. കണക്ക് പറയുന്നത് ഈ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് വരുന്ന വരുമാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കസ്റ്റംസ് ഡ്യൂട്ടിയിൽ 1 രൂപ കസ്റ്റംസ് ഡ്യൂട്ടി ഇനത്തിൽ കിട്ടിയാൽ 60 പൈസയും കേന്ദ്രത്തിനാണ് പോകുന്നത്. കേരളത്തിന് കിട്ടുന്നത് കേവലം 3 പൈസ മാത്രമാണ് എന്നതാണ് കണക്ക്. അപ്പോൾ അത്രയും വലിയ വരുമാനം ഉറപ്പാക്കുന്ന വിഴിഞ്ഞം പദ്ധതി നമ്മൾ എങ്ങനെയാണ് വിഴിഞ്ഞം പദ്ധതി ഈ കഴിഞ്ഞ മാസങ്ങളിൽ ചെന്നൈ പോർട്ടിനെ മറികടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവിടെ ധനമന്ത്രിയെ ധരിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയമാണ് ഹൈസ്പീഡ് കോറിഡോർ. പീയൂഷ് ഗോയൽ എന്താ പറഞ്ഞത്? കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയല്ലേ സിൽവർ ലൈൻ പദ്ധതി, അത് ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. കേന്ദ്രം ഇപ്പോഴും നിലപാടെടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. റെയിൽവേ ബോർഡും തീരുമാനമെടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. അത് എന്താണോ മെട്രോ ശ്രീധരൻ പറഞ്ഞിരിക്കുന്നത് ആ പ്ലാനും നിർമ്മലാ സീതാരാമന് മുന്നിൽ അവതരിപ്പിച്ചു. അതും തലകുലുക്കി കേട്ടു നിർമ്മലാ സീതാരാമൻ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമയപരിധി മാറ്റിക്കിട്ടണം. നമുക്ക് 529 കോടി 50 ലക്ഷം രൂപയാണ് വയനാട്ടിലെ പുനരധിവാസത്തിനായിട്ട് കേന്ദ്ര സർക്കാർ വായ്പയായിട്ട് അനുവദിച്ചിരുന്നത്. നമ്മളൊരു പാക്കേജ് ആവശ്യപ്പെട്ടു, പക്ഷേ കേന്ദ്രം വായ്പയായിട്ട് തന്നു. പക്ഷേ ആ വായ്പ ലോങ് ടേം വായ്പയാണ്. പക്ഷേ ആ വായ്പ ചെലവാക്കി തീർക്കേണ്ട കാലാവധി ഈ മാർച്ച് മാസം 31. പക്ഷെ അത്രയും വലിയ ഭീമമായ തുക ഇത്രയും കുറഞ്ഞ കാലയളവിനുള്ളിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്നത് സർക്കാരിൻ്റെ ഒരു പരിമിതിയാണ്. ആ വിവരം നിർമ്മലാ സീതാരാമനെ ധരിപ്പിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിലൊരു പോസിറ്റീവ് ജസ്റ്റർ ഉണ്ട് എന്നാണ്. പക്ഷേ ആ കാര്യം നിർമ്മലാ സീതാരാമൻ ഉറപ്പൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഈ വിഷയം തുടർന്ന് ഉദ്യോഗസ്ഥന്മാരുമായി കൂടിക്കാഴ്ച നടത്തി തുടർ ചർച്ചകൾക്കൊരു വാതിൽ അവിടെ തുറന്നിടുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് വയനാടിൻ്റെ കാര്യത്തിൽ ഈ വായ്പയുടെ സമയപരിധി ദീർഘിപ്പിച്ച് കിട്ടും എന്നു തന്നെയാണ്. ഒരുപക്ഷെ 1 വർഷം കൂടിയൊക്കെ ഇത് കിട്ടാനുള്ള സാധ്യതയുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഇനി മൂന്നാമത്തെ കാര്യം വായ്പാ പരിധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വായ്പാ പരിധിയുമായി ബന്ധപ്പെട്ട ഒരു വർഷം 11,000 മുതൽ 12,000 കോടി രൂപ വരെ കേരളത്തിന് നഷ്ടമാവുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കിഫ്ബിയുടെയും പെൻഷൻ ഫണ്ടിൻ്റെയും കടം കൂടി എടുക്കുന്ന പണം കൂടി ഈ പറയുന്ന കേരളത്തിൻ്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ നഷ്ടപ്പെട്ടു പോയതാണ്. അത് തിരിച്ചു തരണം എന്നതാണ് ആവശ്യം. മാത്രമല്ല 3.5% ആണ് എന്നതിരിക്കെ നമുക്കിപ്പോൾ 2.2% മാത്രമേ കിട്ടുന്നുള്ളൂ എന്നൊരു പ്രശ്നമുണ്ട്. 1.92% മാത്രമേ ഫിനാൻസ് കമ്മീഷൻ അനുസരിച്ച് നമുക്ക്
കേന്ദ്ര സഹായം ധനവിഹിതം കിട്ടുന്നുള്ളൂ എന്നൊരു പ്രശ്നമുണ്ട്. ഇത് രണ്ടും അവതരിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലൊരു പോസിറ്റീവ് ജസ്റ്റർ ഉണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് വായ്പാ പരിധി ഒരു പക്ഷേ ഉയർത്തിയേക്കാം എന്നുള്ളതാണ്. ഇതിൻ്റെ കാരണം നേരത്തെ സൂചിപ്പിച്ചതാണ്. കേരളം എല്ലാത്തിനെയും കേന്ദ്രത്തിനെ കുറ്റം പറയുമ്പോൾ അതിൻ്റെ ആഘാതം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ BJPക്കാണ് എന്നത് കേന്ദ്രം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൈസ്പീഡ് റെയിൽ, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്, വയനാട് പാക്കേജ്, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചർച്ചയായത്. ഇനി ഞാൻ രണ്ടാം ഭാഗത്തേക്ക് വരാം. ഇനി ഇതിൽ എന്തുകൊണ്ടാണ് ആശാവർക്കർമാരുടെ വിഷയം ചർച്ചയാവാത്തത് എന്നതാണ് കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അസംബന്ധമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആശാവർക്കർമാരുടെ പദ്ധതി കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ പദ്ധതിയല്ല, അത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള ഒരു നാഷണൽ സ്കീമാണ്. ആ നാഷണൽ സ്കീമുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ JP നദ്ദ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ആശാവർക്കർമാരുടെ ഇൻസെൻറ്റീവും ഒണേറിയവും വർദ്ധിപ്പിക്കണം എന്നതാണ് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശമെന്ന് ഉറപ്പ് കൊടുത്തിരിക്കെ ഇത് രാജ്യത്തെമ്പാടുമുള്ള ആശാവർക്കർമാരുടെ വിഷയമാവുന്ന സാഹചര്യത്തിൽ അത് കേരള സ്പെസിഫിക് അല്ല. കേരളത്തിന് വേണ്ടി പ്രത്യേകിച്ച് കേന്ദ്രത്തിന് ഒരു പ്രത്യേക ഇൻസെൻറ്റീവ് അനുവദിക്കാൻ കഴിയില്ല. ദിസ് ഈസ് എ നാഷണൽ സ്കീം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ബാധകമാകുന്ന അതേ സ്കീം മറ്റ് സംസ്ഥാനങ്ങളിലും ബാധകമാകണം. അതുകൊണ്ട് ഈ വിഷയം എങ്ങനെയാണ് ധനമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കുക? ഈ വിഷയം അവതരിപ്പിക്കണമെങ്കിൽ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തണം. ഇതൊരു ഹെൽത്ത് മിനിസ്റ്ററുടെ കീഴിലുള്ള പൂർണ്ണമായി NHMൻ്റെ കീഴിൽ വരുന്നൊരു വിഷയം കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് ധരിപ്പിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. അത് ധരിപ്പിക്കേണ്ടത് ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. അത് കേരളത്തിൻ്റെ MP ആയ സുരേഷ് ഗോപി ധരിപ്പിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി തന്നെ ഒരു പ്രസ് റിലീസ് പുറത്തിറക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ വിഷയത്തിൽ ധനമന്ത്രിയുമായി സംസാരിക്കേണ്ട കാര്യമില്ല. ഇനി അതിൻ്റെ പേരിൽ നടക്കുന്ന ചർച്ചകളോ പൂർണ്ണമായിട്ടുമുള്ള പണം കേരളത്തിന് കൊടുത്തു കഴിഞ്ഞു, ഇനി കേരളത്തിന് പണം തിരികെ കൊടുക്കാനില്ല തുടങ്ങിയ ചർച്ചകളാണ് നടക്കുന്നത്. എന്നാൽ കണക്കുകൾ നമ്മളോട് പറയുന്നത് അങ്ങനെയല്ല. 636,88,00,000 രൂപ 2023-24 കാലയളവിൽ കേരളത്തിന് വിവിധ കേന്ദ്രാവിഷ്കൃത ആരോഗ്യ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്രം കൊടുക്കാനുണ്ട്. സ്റ്റിൽ പെൻഡിങ്. ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താ? കോബ്രാൻഡിംഗ് ആയിരുന്നു വിഷയം. കോബ്രാൻഡിംഗ് നടത്താത്തതിൻ്റെ കാര്യം, അഥവാ കേന്ദ്ര സർക്കാരിൻ്റെ പേരോ പ്രധാനമന്ത്രിയുടെ പേരോ ഉൾപ്പെടുത്താത്തത് കാരണം കേരളത്തിന് നിഷേധിക്കപ്പെട്ട 636,88,00,000 രൂപ ആരോഗ്യമേഖലയിൽ, 687 കോടി രൂപ പഞ്ചായത്തിൻ്റെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട്, അപ്പം ഈ പണം കൂടി കേരളത്തിന് കിട്ടേണ്ടതുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഈ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാര്യം ധനമന്ത്രിയുമായിട്ടല്ല ചർച്ച ചെയ്യേണ്ടത് എന്നതാണ് എൻ്റെ പക്ഷം. അത് ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടാണ് NHMുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യേണ്ടതും ആ വിഷയം ആ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതും. അല്ലാതെ ധനകാര്യമന്ത്രി വിചാരിച്ചാൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഷെയർ ഒന്നും കൂട്ടാൻ കഴിയില്ല. അതൊരു തെറ്റായ ധാരണയാണ്. അത് രാഷ്ട്രീയ ബോധ്യമില്ലായ്മയുടെ പുറത്തുണ്ടാകുന്ന കേവലമായൊരു രാഷ്ട്രീയ ആരോപണം മാത്രമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ചർച്ച വളരെ പോസിറ്റീവാണ്. അത് കേന്ദ്രത്തെ സംബന്ധിച്ചും പോസിറ്റീവാണ്, കേരളത്തിലെ BJP നേതാക്കളെ സംബന്ധിച്ചും പോസിറ്റീവാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേന്ദ്രവിരുദ്ധത BJPക്ക് തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണമാകുന്നു എന്ന വളരെ ലളിതമായ തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരമൊരു അടവുമാറ്റം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ അടവുമാറ്റം കേരളത്തിന് ഗുണകരമാണ്. 2026 തിരഞ്ഞെടുപ്പിൽ അത് BJPയെ സംബന്ധിച്ചും വളരെ നിർണായകമാണ് ഈ മാറ്റം. അതുകൊണ്ട് ഇനി സംഘർഷ ഫെഡറലിസത്തിൽ നിന്ന് സഹകരണ ഫെഡറലിസത്തിലേക്ക് പോവുകയാണ് BJPക്കും രാഷ്ട്രീയമായി നല്ലത്, CPMനും ഇടതുപക്ഷത്തിനും രാഷ്ട്രീയമായി നല്ലത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ആഘാതം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിനായിരിക്കുമെന്നാണ് എൻ്റെ ടേക്ക്. അപ്പോൾ ദില്ലി ചർച്ച പോസിറ്റീവോ എന്ന ചോദ്യത്തിന് യെസ് എന്നാണ് എൻ്റെ ഉത്തരം. വെൽക്കം ബാക്ക്. ദില്ലി ചർച്ച പോസിറ്റീവോ എന്നാണ് ചോദ്യം. ആൻഡ് ഒരു തരത്തിൽ പോസിറ്റീവും ഒരു തരത്തിൽ നെഗറ്റീവും എന്ന് പറയാം. കേരളത്തിൻ്റെ വികസനം അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് പോസിറ്റീവാണ്. കേരളത്തിലെ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ അത് വലിയ രീതിയിൽ രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ സംഭവിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, CPM ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്, ഇടതുപക്ഷം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ BJP രാഷ്ട്രീയം ഏത് രീതിയിൽ വളരാനാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, കോൺഗ്രസ് രാഷ്ട്രീയം ഇതുകൊണ്ടുണ്ടാകുന്ന കോൺഗ്രസ് ഉണ്ടാകുന്ന നഷ്ടം എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമുള്ളൂ, കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസ് ഇല്ലാതാകുക എന്നുള്ളത് മാത്രമാണ് അവർ. പക്ഷേ അതിലൂടെ മാത്രമേ കേരളത്തിൽ BJPക്ക് മുന്നേറാൻ കഴിയുള്ളൂ എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏക അർത്ഥം എന്ന് പറയുന്നത് ഉണ്ണിസാർ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് BJPനെ എഗനസ്റ്റായി അല്ല, സാധാരണ ജനങ്ങളെല്ലാം BJP കേന്ദ്രത്തിൽ നിന്നൊന്നും തരുന്നില്ല എന്നുള്ളത് മനസ്സിൽ വെച്ച് മുന്നോട്ട് പോവുകയാണ്. അത് ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു കുറേ നാളുകളായി CPMൻ്റെ കേരളത്തിലെ പ്രചരണം എന്ന് പറയുന്നത്. ഇലക്ഷനിൽ പ്രചരണം എന്ന് പറയുന്നത് കേന്ദ്രം വളരെ മുറുക്കുന്നു, ഒരു സംവിധാനവും തരുന്നില്ല, നടപ്പിലാക്കാൻ പറ്റുന്നില്ല, സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളത്തെ തള്ളിവിടുന്നു. അങ്ങനെ നിരവധി ആരോപണങ്ങളായിരുന്നു കേന്ദ്രവും തമ്മിൽ നടന്നുകൊണ്ടിരുന്നതും. അങ്ങനെയാണ് കേരളത്തിലെ BJPനെ അവർ പ്രൊജക്റ്റ് ചെയ്തിരുന്നതും, CPM പ്രൊജക്റ്റ് ചെയ്തിരുന്നതും. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ
കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ്റിന് കേരളം കേന്ദ്രം എല്ലാം കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. റോഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്താണ് നിതിൻ ഗഡ്കരി ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലും കൊടുക്കാത്ത അത്രയും രൂപ കേരളത്തിലെ സ്റ്റേറ്റ് റോഡുകൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൊരു അത് നോക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ് കേരള നടക്കുന്ന സമയത്ത് അവിടെ വന്ന് കേന്ദ്രമന്ത്രി പറയുകയാണ് നല്ല സംസ്ഥാനം, നന്നായി രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യണം, നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കണം, കേരളത്തെ പുകഴ്ത്തി പറയുന്നു എന്നുള്ളതാണ്. അവിടെ കേരളത്തിലെ മന്ത്രി വരുന്നു, അതേ യോഗത്തിൽ കേരളത്തിലെ മന്ത്രി വരുന്നു, കേരളത്തിലെ കേന്ദ്രമന്ത്രിയും വന്നിട്ട് ജോർജ് കുര്യനും വന്നിട്ട് ഇതേ കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ എന്താണ് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ മാറിയിട്ട് രാജേന്ദ്ര ആർലേക്കർ ഇങ്ങോട്ട് വരുന്നു. രാജേന്ദ്ര ആർലേക്കർ ഗവർണറായതിനു ശേഷം ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നല്ല ലൈസൻസ് ഓഫീസറാണ്. അദ്ദേഹം ഗോവയിൽ ക്രിസ്ത്യൻ സമുദായത്തെ ഏറ്റവും നന്നായി വിനിയോഗിച്ച് BJPക്ക് അധികാരം മേടിച്ചു കൊടുക്കാൻ ഒന്നാമത്തെ കാരണക്കാരനായിരുന്ന ഒരാളാണ് രാജേന്ദ്ര ആർലേക്കർ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എങ്ങനെയാണ് ഗോവയിൽ കൈകാര്യം ചെയ്തതെന്നുള്ളത് കേന്ദ്രത്തിലെ RSSനും കേന്ദ്രത്തിലെ BJPക്കും RSSനും നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കേരളത്തിലേക്ക് വിട്ടതെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് പറയുന്നത് എന്താണ്? വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യം. വയനാട് ദുരന്തം എന്ന് പറയുന്ന കാര്യം കേന്ദ്രം പണം കൊടുത്തു, 1 മാസം കൊണ്ട് അത് ചിലവാക്കണം എന്ന് പറയുന്നു. അത് ചിലവാക്കാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾക്കും ഇത് അനുവദിച്ച കേന്ദ്രത്തിനും അറിയാലോ. എന്തുകൊണ്ടാണ് അങ്ങനെ അനുവദിക്കാൻ കാരണം? കേരളം അവിടെ ചർച്ചയ്ക്ക് വരണം എന്നുള്ളതുകൊണ്ടാണ്. അവിടെ വരികയും അത് സംസാരിക്കുകയും ചെയ്യുന്നു. അതൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ കേരളത്തിന് 500 കോടി രൂപ മുടക്കുന്ന ഒരു സംസ്ഥാനത്തിന് കൊടുക്കുമ്പോൾ 500 കോടി രൂപ 1 മാസം കൊണ്ട് ചിലവാക്കാൻ പറ്റില്ല എന്ന് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അത് പ്രത്യേകിച്ച് ഭരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിക്ക് മനസ്സിലാകാതിരിക്കില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കേരളത്തിൽ നിന്നും അത് ചർച്ചയ്ക്ക് വരണം. ആ ചർച്ചയ്ക്ക് വരുമ്പോൾ എന്താണ്? അതൊരു പുതിയ നെഗറ്റീവായിട്ട് അവരത് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കേരളം ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ അനുകൂല നിലപാട് സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കും? അനുകൂല നിലപാട് സ്വീകരിച്ചാൽ ഒരിക്കലും കേരളത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ കുറ്റം പറഞ്ഞാൽ അത് കേരളം ജനങ്ങൾ വിശ്വസിക്കാതാവും. ഇതെന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? നമ്മൾ ചെന്ന് അവിടെ പറയുകയാണ് ഞങ്ങൾക്ക് വായ്പാ പരിധി കൂട്ടിത്തരണം എന്ന് പറഞ്ഞാൽ വായ്പാ പരിധി കൂട്ടിയാൽ പിന്നെ അത് ക്വസ്റ്റ്യൻ ഇല്ലാതായി. അവിടെ നിങ്ങൾ 500 കോടി രൂപ വയനാടിന് അനുവദിച്ചു, അതിന് 1 വർഷം സമയം തരണം എന്ന് പറഞ്ഞാൽ അത് സമയം കൊടുത്താൽ അതിൻ്റെ പ്രശ്നം അവിടെ തീർന്നു. അതോടുകൂടിയിട്ട് പിന്നെ കുറ്റം പറയാതാവും. പിന്നെ എന്താണ്? GST വിഹിതം തരണം എന്ന് പറഞ്ഞാൽ അത് തരാൻ തീരുമാനിച്ചാൽ അതോടുകൂടി ഇത് കഴിഞ്ഞു. പിന്നെ എന്താണ്? 4ാമത് പറഞ്ഞ കാര്യം എന്താണ്? വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വയബിലിറ്റി, അതിനകത്ത് ഇവർക്ക് കേരളത്തിന് കിട്ടേണ്ട പണം കിട്ടാവുന്ന സംവിധാനമാക്കി കൊടുക്കാനാണ് ഇവർ പറയുന്നത്. അതും കൂടെ ചെയ്തു കൊടുത്താൽ ഈ 4 കാര്യം നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ് കേരളത്തിലെ CPM ചെന്ന് കേന്ദ്രത്തിന് കുറ്റം പറയാനുള്ളത്? ഒരു കുറ്റം പറയാനില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത് രാഷ്ട്രീയപരമായി ഇത് CPMനെ എങ്ങനെ ബാധിക്കും, CPM എങ്ങനെ ഇതിനെ ജനങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും എന്നത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? കോൺഗ്രസിനെ സംബന്ധിച്ചോളം വലിയ രീതിയിലുള്ള വീഴ്ചയാണ്. കേന്ദ്രവും കേരളവും ഒന്നിച്ചു നിന്നാൽ പിന്നെ കോൺഗ്രസ് ഇല്ല എന്നുള്ളതാണ്. കോൺഗ്രസിനെ എന്തിനാണ് പിന്നെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമിരിക്കുന്നത്? കേന്ദ്രം കൈ അഴിച്ച് കേരളത്തെ സഹായിക്കുന്നു. കേരളം ഭയങ്കര രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് വരുത്തുന്നു. കേരളം വലിയ രീതിയിൽ റോഡ് വികസനം നടത്തുന്നു. വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മൂലധന നിക്ഷേപം കാര്യമായി നടത്തുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്? ആ ആവശ്യകത ഇല്ലാതാവും. അത് കാര്യമായി തിരിച്ചറിഞ്ഞ പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. അതിലേക്ക് അവർ മൂവ്മെൻറ്റ് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വരുന്ന 2026 ഇലക്ഷനിൽ മിനിമം സീറ്റ് പിടിക്കുക. അവർ അധികാരത്തിൽ വരണമെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. അവരെന്താണ്? മിനിമം സീറ്റ് പിടിക്കുക. 2031 പ്രധാനപ്പെട്ട ഒരു ഭരണപക്ഷി പാർട്ടിയായി മാറാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് BJP നടത്തുന്നത്. അതിനെന്താണ്? അവർക്ക് 20-ൽ കുറയാത്ത സീറ്റ് കേരളത്തിൽ വേണം. ആ 20-ൽ കുറയാത്ത സീറ്റ് BJPക്ക് കിട്ടണമെങ്കിൽ ഈ രീതിയിലുള്ള ശക്തമായ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ കേരളം വേണം. അത് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ എങ്ങനെ വേണം? കേന്ദ്രത്തിന് ഡയറക്റ്റായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കേരളത്തിന് ഫെഡറലിസ സംവിധാനത്തിനകത്ത് സംസ്ഥാന സർക്കാരുമായിട്ട് ഒന്നിച്ച് നിൽക്കാതെ അവരോട് എതിർത്തിട്ട് കേരളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശക്തമായ ഒരു നീക്കം കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട്. ആ നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ നിതിൻ ഗഡ്കരിയുമായ ഒരു കാര്യത്തിലാണെങ്കിലും നിർമ്മല സീതാരാമനുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും വ്യവസായ മന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടുകൂടി എന്ത് സംഭവിക്കും? കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണോ ഇപ്പോൾ കാണുന്ന നിങ്ങൾ ഇത് ഇങ്ങനെ തന്നെ എഴുതി വെച്ചോളൂ. 2024 മാർച്ച് 2025 മാർച്ചിന് ശേഷവും മാർച്ചിന് മുൻപും എന്ന് പറഞ്ഞ് 2 രാഷ്ട്രീയമായി കേരളം മാറും. അതാണിപ്പോൾ നടക്കാൻ പോകുന്നത്. അത് മാറ്റാൻ ആർക്ക് സംഭവിക്കണം? അത് തീരുമാനിക്കേണ്ടത് ആരാണ്? കേരളത്തിലെ ഗവൺമെൻറ്റാണ്. ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നാളെ വന്ന് കേരളത്തിലെ പത്രക്കാരോട് സംസാരിക്കുകയാണെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട് ഇത് തീർത്തും അനൗദ്യോഗികമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയാണ്, അതോടുകൂടി സംസാരിക്കുകയാണെങ്കിൽ ഈ ചോദ്യത്തിനുള്ള മറുപടിയിൽ നിന്ന് അതിൻ്റെ കറക്റ്റായ കാര്യം മനസ്സിലാക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാര്യം ശരിയാണ്, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല കാലമാണ് വരുന്നത്. കേന്ദ്രവും കേരളവും ഒന്നിച്ച് നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നല്ല കാലം
എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് നല്ല രീതിയിലുണ്ടാവും. ക്ഷേമ പെൻഷന് പ്രശ്നം ഉണ്ടാവില്ല, ആരോഗ്യ മേഖലയിൽ പ്രശ്നം ഉണ്ടാവില്ല, റോഡുകളുടെ കാര്യത്തിനകത്ത് പ്രശ്നം ഉണ്ടാവില്ല, ഈ പറഞ്ഞ കുടിശ്ശികളുടെ കാര്യത്തിനകത്ത് പ്രശ്നമില്ല. പിന്നെ എന്താണ് പ്രശ്നം? പിന്നെ ഒരു പ്രശ്നവുമില്ല. നമുക്ക് ആകെ കേരളം ബുദ്ധിമുട്ട് എന്താണ്? സാമ്പത്തിക പ്രതിസന്ധിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കേന്ദ്രം കനിഞ്ഞ് സഹായിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ പിന്നെ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല. എത്ര 1000 കോടി രൂപേൻ്റെ വളരെ ചുരുക്കം 10,000 20,000 കോടി രൂപയിൽ തീരുന്ന പ്രശ്നങ്ങളെ കേരളത്തിനുള്ളൂ. അതിൽ കൂടുതൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കേരളത്തിലില്ല. ഒരു 20,000 കോടിയോ 25,000 കോടി രൂപയോ കേരളത്തിന് കേന്ദ്രം കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വേണ്ട, കൊടുക്കുവാൻ തീരുമാനിക്കേണ്ട. വായ്പാ പരിധി ഉയർത്തിയാൽ തന്നെ കേരളത്തിൻ്റെ പ്രശ്നം തീർന്നു. എന്താണ്? ക്ഷേമ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചാൽ 80% പ്രശ്നം തീർന്നില്ലേ? അപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റം കേരളത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു കൂടിക്കാഴ്ചയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടുകൂടിയിട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയം തന്നെ മാറും എന്നുള്ളതാണ്. ഇത് ശക്തമായി തിരിച്ചറിയേണ്ട പാർട്ടി കോൺഗ്രസ് ആണ്. അല്ലെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാതാവാനാണ് സാധ്യത. ആവശ്യത്തിന് പണം കേന്ദ്രം കേരളത്തിന് കൊടുത്താൽ കേരളം അത് വൃത്തിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ള കാര്യം ദേശീയപാതയുടെ കാര്യത്തിൽ തെളിയിച്ചതാണ്, ഗെയിൽ പൈപ്പ് ലൈനിന്റെ കാര്യത്തിൽ തെളിയിച്ചതാണ്, വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ തെളിയിച്ചതാണ്. അപ്പോൾ പണം കേരളത്തിന് കേന്ദ്രം കൊടുക്കുകയും ആ പണം കേരളത്തിൽ നടപ്പിലാക്കാൻ പിണറായി സർക്കാരിനെ പോലെ ഒരു സർക്കാർ ഉണ്ടാവുകയും ചെയ്താൽ പ്രതിപക്ഷത്തിൽ ഇത്രയും പണം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു അറിയോ? പിന്നെ കേന്ദ്രത്തെ കുറ്റം പറയാൻ പറ്റില്ലെന്ന് മാത്രമല്ല കേരളം ആ അർത്ഥത്തിൽ ഒരു ഡെവലപ്പിംഗ് പാരഡൈസ് ആവില്ലേ? കെ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള നാഷണൽ ഹൈവേയുടെ 2 സ്ഥലത്തും മുഹമ്മദ് റിയാസിൻ്റെയും പിണറായി വിജയൻ്റെയും ഫോട്ടോയാണെന്ന് പറയുന്നത്. കാരണം അത് ഫണ്ട് എവിടെ നിന്നാണ്? കേന്ദ്രത്തിൻ്റെ ഫണ്ടാണ്. ആ ഫണ്ടിലെ കാര്യം ചെറിയ വിഹിതം കേരളത്തിനുണ്ട്, പക്ഷേ 6,000 കോടി കേരളത്തിനുണ്ട്. പക്ഷേ എന്താണ്, അത് നല്ല രീതിയിൽ വിനിയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഇതിനെ കാണേണ്ടത്. നമുക്ക് ഒരു ചെറിയ ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം വെൽക്കം ബാക്ക്. ദില്ലി ചർച്ച പോസിറ്റീവ് ആണോ എന്നാണ് ചോദ്യം. സുജയ. പോസിറ്റീവാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ എല്ലാ കാലവും ഇങ്ങനെ ഉടക്കി നിന്നാൽ മാത്രമേ പ്രയോജനം കിട്ടൂ എന്ന് കരുതി കാത്തിരുന്ന കോൺഗ്രസിന് കിട്ടിയ ഒരു തിരിച്ചടി കൂടിയാണ് ഇപ്പോഴത്തെ ഈ ജസ്റ്റേഴ്സ് ആൻഡ് ഈ ഡിസ്കഷൻസ് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. കാരണം കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെതടക്കമുള്ള എംപിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന ആ ഒരു ഡൽഹിയിലെ കേരള ഹൗസിലെ കോൺഫറൻസ് ഹാളിലെ കൂടിക്കാഴ്ചയടക്കം നമ്മൾ എടുത്ത് കാണേണ്ട കാര്യങ്ങളാണ്. അതിനുള്ളിൽ പോലും ഈ അസ്വാരസ്യങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ ഈ പുറത്ത് കാണുന്നത് പോലെ സാധാരണഗതിയിൽ LDFൻ്റെ എംപിമാർ വേറെ, UDFൻ്റെ എംപിമാർ വേറെ, രാജ്യസഭയും ലോക്സഭയും അങ്ങനെ ആ പ്രത്യേകമാണ്. പ്രതിഷേധത്തിൽ നിൽക്കുമ്പോൾ ആയാൽ പോലും ചുരുക്കം വിഷയങ്ങളിൽ മാത്രമാണ് യോജിക്കുക. പക്ഷേ ഇവിടെ എല്ലാവരെയും കൂട്ടിയിണക്കാനായി കേരള ഗവർണർക്ക് കഴിയുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ലോഗിലേക്ക് കൂടി നിങ്ങളെല്ലാവരും പറഞ്ഞതിൽ നിന്ന് കൂട്ടിച്ചേർക്കാനായിട്ട് ഒരു ബാക്ക്ലോഗിലേക്ക് കൂടി നമുക്ക് പോകാം. അതായത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും തമ്മിൽ ഒന്നിച്ച വിമാനത്തിൽ വെച്ച് നടന്ന ഒരു കൂടിക്കാഴ്ച കൂടിയുണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിൽ നടന്ന ഒരു സംഭാഷണം കൂടിയുണ്ട്. അതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു മുന്നിലേക്ക് നയിച്ച ഒരു ചാലകശക്തിയായി ഞാൻ കാണുന്നത്. ആ വിമാനത്തിലെ സംഭാഷണം ഏറെക്കുറെ 3 മണിക്കൂറെങ്കിലും സമയം അവർ ഒന്നിച്ച് ചെലവഴിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്ന് ഗവർണർ തന്നെ വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ അത് തിങ്കളാഴ്ചയായിരുന്നു. തിങ്കളാഴ്ച അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഡൽഹി വിമാനത്തിൽ വെച്ചുള്ള അവർ തമ്മിലുള്ള ആ ഒരു കൂടിയാലോചനകൾ, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഈ കൂടിക്കാഴ്ചകൾ, അല്ലെങ്കിൽ ധനമന്ത്രിയുമായുള്ള സംഭാഷണം അടക്കമുള്ള പിന്നീടുള്ള ലേറ്റർ എപ്പിസോഡ്സ് എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാത്ത പക്ഷം കേന്ദ്ര മന്ത്രിസഭയിലെ ഒരു സീനിയർ അംഗം, ഉണ്ണി സാർ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ കേന്ദ്ര മന്ത്രിസഭയിലെ ഒരു സീനിയർ അംഗം കീഴ്വഴക്കങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അത് സൗഹൃദ സന്ദർശനമായിക്കോട്ടെ കേരള ഹൗസിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് അത് ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫസ്റ്റ് സംഭവിക്കുക എന്ന് പറയുന്നത് അതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ആസൂത്രണം നടന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ്. അതിപ്പോൾ KV തോമസ് മാത്രം മുൻകൈയെടുത്താൽ നടക്കുന്ന ഒന്നല്ല. ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി ക്യാബിനറ്റ് റാങ്കോടെ നിയമിച്ചിരിക്കുന്നത് KV തോമസിനെയാണ്. അതിനു മുൻപ് A സമ്പത്ത് ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇങ്ങനെ പോസിറ്റീവായ ഒരു കൂടിക്കാഴ്ച സംഭവിച്ചില്ല. അപ്പോൾ ഈ കൂടിക്കാഴ്ചയുടെ ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വിമാനത്തിൽ നിന്ന് സംസാരിച്ച നമ്മുടെ കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തന്നെയാണ്. ഉണ്ണി സാർ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം പൂർണ്ണമായും ഒരു RSSകാരനാണ്. അതിൻ്റെതായ ബുദ്ധി അദ്ദേഹം കാണിക്കുന്നുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധി തന്നെയാണ് ഈ കൂടിക്കാഴ്ചയ്ക്കും ഈ ചർച്ചകൾക്കും പിന്നിൽ പ്രവർത്തിച്ചത് എന്നതും വ്യക്തമാണ്. എന്തായാലും ഈ വേമ്പനാട്ട് സ്യൂട്ടിലേക്ക് പിണറായി വിജയൻ താമസിക്കുന്ന കൊച്ചിൻ ഹൗസിലെ വേമ്പനാട്ട് സ്യൂട്ടിലേക്കാണ് എത്തുന്നത്. അവിടേക്കാണ് നിർമ്മല സീതാരാമൻ വരുന്നത്. അല്ലാതെ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഒരുക്കി അവിടേക്ക് മുഖ്യമന്ത്രി എത്തുകയും അവിടേക്ക് കേന്ദ്രമന്ത്രി എത്തുകയും എന്നിട്ടൊരു കൂടിക്കാഴ്ച നടത്തുകയുമല്ല. മുഖ്യമന്ത്രി താമസിച്ചത് വേമ്പനാട് സ്യൂട്ടിലാണ്. അവിടേക്ക് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ വരികയായിരുന്നു. എന്നിട്ടായിരുന്നു കൂടിക്കാഴ്ച. ഈ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രക്കിടയിൽ എന്താണ് സംസാരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഗവർണർ പറഞ്ഞത് ഫ്രൂട്ട്ഫുൾ ഡിസ്കഷൻ ആയിരുന്നു എന്നാണ്. അപ്പോൾ ആ ഫ്രൂട്ട്ഫുൾ ഡിസ്കഷൻ്റെ കണ്ടന്റ് എന്തായിരുന്നു എന്നുള്ളത് പിന്നീട് ഇങ്ങോട്ട് നടന്നിട്ടുള്ള ചർച്ചകളായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി ഒരു വാർത്താ സമ്മേളനം വിളിച്ചോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നോ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും അത് നല്ല ബന്ധമാണ്, ഞങ്ങൾക്കിടയിൽ നല്ല ബന്ധമാണ് എന്നാണ് ഗവർണർ പറഞ്ഞത്. അത് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ബന്ധം ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത്. അല്ലാതെ എപ്പോഴും തർക്കിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും തിരിച്ചടിയുമായി അങ്ങനെ കൊമ്പ് കോർത്തുകൊണ്ടിരുന്നത് കൊണ്ട് എന്താണ് അവിടെ കിട്ടുക എന്നുള്ള ഒരു കാര്യമുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ കേന്ദ്ര സഹായത്തിൻ്റെ കാര്യത്തിലായാലും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ്റെ കാര്യത്തിലായാലും താൻ ഇനി ഒരുപാട് മസിൽ പിടിച്ച് അഡമൻ്റായിട്ട്
സപ്പോർട്ടായിട്ട് നിന്നിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹവും തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു മാറ്റം പിണറായി വിജയന്റെ രീതികളിലും അദ്ദേഹത്തിന്റെ ഇടപെടലുകളിലും ഉണ്ടാകുന്നുണ്ട് എന്നതും വ്യക്തമാണ്. കാരണം വിഴിഞ്ഞത്തിന്റെ അടുത്ത സ്റ്റെപ്പിലേക്കുള്ള പഠനത്തിനടക്കം, അതായത് പാരിസ്ഥിതിക അനുമതി അടക്കം അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളിലും എല്ലാത്തിലും ഒരു പോസിറ്റീവായിട്ടുള്ള സിഗ്നൽസ് ആണ് സെൻട്രലിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 2028 അടുത്ത പ്രോജക്ട് കമ്മീഷനിങ്, അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്. ഇതിപ്പോൾ ആരാണ് മെച്ചം അല്ലെങ്കിൽ ആരാണ് ഇതിൽ കൂടുതൽ നേട്ടമുണ്ടാക്കുന്നത് എന്നതിനപ്പുറം ഞാൻ ഇതിനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ആയിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് രണ്ടു കൂട്ടർക്കും മെച്ചമുള്ള കാര്യം തന്നെയാണ്. അതായത് ഈ ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലക്കർ എന്ന കേരള ഗവർണർക്ക് അല്ലെങ്കിൽ RSS ഓർ BJP അവർക്ക് ഇത് പ്രയോജനമുള്ള കാര്യമാണ്. തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. മാത്രമല്ല മറുഭാഗത്തായാലും CPIM ഒരു 3ാം ടേം ലക്ഷ്യമിടുകയാണ്. കയ്യിൽ കാശില്ലാതെ വികസനം നടത്താതെ എങ്ങനെ 3ാം ടേം കിട്ടും? പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാതെ എങ്ങനെ 3ാം ടേം കിട്ടും? ഈ എല്ലാ തട്ടിലുമുള്ള ആളുകൾക്ക് അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് കൊടുക്കേണ്ടത് പണമാണ്. വിവിധ ഗഡുക്കൾ കുടിശ്ശികയായി കിടക്കുന്ന ഇടത്ത് ശമ്പളം മുടങ്ങാതിരിക്കാൻ അതിനെല്ലാം ആവശ്യം പണമാണ്. ബേസിക് നീഡ് എന്ന് പറയുന്നത് പണമാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ കയ്യിലില്ലാത്തതും കേന്ദ്രത്തിന്റെ കയ്യിലുള്ളതും പണമാണ്. അപ്പോൾ അതിന്റെ ഒരു കൊടുക്കൽ വാങ്ങലാണ്. ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇക്കാര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്ന് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്ത് ആകുന്നു എന്നുള്ളതാണ്. ഇനി KC വേണുഗോപാലിന്റെ ഒരു റിയാക്ഷൻ നമ്മൾ കണ്ടിരുന്നല്ലോ. ട്രംപ് മോദി കൂടിക്കാഴ്ച പോലെ ആകരുതെന്ന് KC വേണുഗോപാൽ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയായി ഇത് മാറാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അല്ലാത്ത പക്ഷം മുഖ്യമന്ത്രി പിണറായി വിജയനെ ആരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹം ഇതിൽ നിന്ന് പിന്നോട്ട് പോകണം. അല്ലാതെ ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു മാറ്റത്തിൽ നിന്ന് ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് KC പറഞ്ഞത് അത് കോൺഗ്രസ് ആയിരിക്കും ഇതിലെ ലൂസർ, അല്ലാതെ ലൂസിംഗ് എൻഡിൽ ഒരാൾ വേണമല്ലോ. CPIM കേന്ദ്രവും അല്ലെങ്കിൽ BJPയും CPIM തമ്മിൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ള റിലേഷനിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും അവിടെ പുറത്തു നിൽക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ ഒരു സ്ഥാനവും ഇല്ലാതായി പോകുന്നത് ആർക്കാണ്? അത് കോൺഗ്രസിനാണ്. അതിൽ നിന്നുള്ള നിരാശാബോധത്തിൽ നിന്നായിരിക്കാം KC ട്രംപ് മോദി കൂടിക്കാഴ്ച എന്നൊക്കെ ഇക്വേറ്റ് ചെയ്തത് എന്നാണ് ഞാൻ കരുതുന്നത്. മാധ്യമങ്ങൾ ചോദിക്കുന്നതായിരുന്നു ഇതിൽ ആരാണ്, പിണറായി വിജയനാണോ ട്രംപ്, അതോ നരേന്ദ്രമോദി അല്ലെങ്കിൽ കേന്ദ്രമാണോ ട്രംപ് എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അതുപോലെയുള്ള ഒരു ഇക്വേഷനിലേക്ക് പോകുന്നില്ല എന്നതാണ്. അതോടൊപ്പം മുഖ്യമന്ത്രി ഇട്ട എക്സ്പോസ്റ്റിലേക്ക് കൂടി നമ്മളൊന്ന് ശ്രദ്ധ കൊണ്ടുവരേണ്ടതുണ്ട്. MP മാരുമായി ഗവർണർക്കൊപ്പം നടത്തിയ കൂടിക്കാഴ്ച കേരള ഹൗസ് കോൺഫറൻസ് ഹാളിലായിരുന്നു ആ കൂടിക്കാഴ്ച നടന്നത് ഇന്നലെ. അപ്പോൾ അങ്ങനെ ഗവർണർ വിളിച്ച് അങ്ങനെ ഒരു യോഗം ചേർക്കുന്നതും ആദ്യമായിട്ടാണ്. രണ്ട് കാര്യങ്ങൾ ഇവിടെ ആദ്യമായി നടന്നിരിക്കുകയാണ്. അതായത് വേമ്പനാട് സ്യൂട്ടിൽ മുഖ്യമന്ത്രി കഴിയുന്ന ഇടത്തേക്ക് കേന്ദ്ര ധനമന്ത്രി എത്തി കൂടിക്കാഴ്ച നടത്തുന്നതും അതിന്റെ തൊട്ടു തലേ ദിവസം കേരള ഹൗസ് കോൺഫറൻസ് ഹാളിൽ ഗവർണർ മുൻകൈയെടുത്ത് കേരളത്തിൻ്റെമാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാർട്ടിയിൽ പിണറായിയാണ് ക്യാപ്റ്റനെങ്കിൽ കേരളത്തിന്റെ ക്യാപ്റ്റനായി നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിൽക്കാൻ ഞാൻ തയ്യാറാണ് എന്നതാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഈ കാര്യത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രശ്നങ്ങളെയൊക്കെ നിങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കാതെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ആവശ്യങ്ങൾ നേടുക. അദ്ദേഹം ഉപയോഗിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, രാഷ്ട്രമാദ്യം കേരളവും പ്രധാനമാണ്. അതായത് രാജ്യത്തിന്റെ കാര്യങ്ങൾക്കൊപ്പം നിൽക്കുക, അപ്പോൾ കേരളത്തിന്റെ ആവശ്യങ്ങളും അതിന്റെ കൂടെ തന്നെ നടക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഗവർണർ MP മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ സ്റ്റേറ്റ് മാറ്റേഴ്സിൽ ഫോണിലൂടെ ഞാനും CM തമ്മിൽ സംസാരിക്കാറുണ്ട് എന്നതാണ്. അത് നേരത്തെ ഉണ്ടായിരുന്ന ഗവർണറുമായി അങ്ങനെ ഒരു സംഭാഷണം പോയിട്ട് ഇവർക്കിടയിൽ ഒരു മഞ്ഞുരുക്കം പോലും അസാധ്യമായിരുന്നു. എന്തായാലും പട്നയിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ പോകുമ്പോൾ ഗോവയിൽ നിന്ന് ഇവിടേക്ക് എത്തുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വന്നത് കേരളത്തിന് ഇനി അങ്ങോട്ടുള്ള പോക്കിന് ഗുണകരമാകുന്നു എന്നതാണ്. പോസിറ്റീവായ ഒരു ചേഞ്ച് ആണ് അത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. ഇതിൽ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. CPIM-ന്റെ നയം മാറുന്നതും സ്വകാര്യ സർവകലാശാലകളെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനവും വിദേശ നിക്ഷേപം വരട്ടെ, കൂടുതൽ വ്യവസായങ്ങൾ വരട്ടെ, വികസനം വരട്ടെ എന്നൊക്കെയുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ ആശയങ്ങളോടും ഇപ്പോൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനങ്ങളോടും ചേർന്ന് നിൽക്കാനുള്ള ആ മാറ്റത്തെയും ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എന്തായാലും UP-യിലും ഗുജറാത്തിലും ഒക്കെ കാണുന്നത് പോലെ കേരളവും ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ള രീതിയിലേക്ക് ഭാവിയിലെത്തും. അതിനു മുൻപ് പിണറായി വിജയൻ സർക്കാർ 3ാം ഊഴത്തിലേക്ക് എത്താനായി ഇപ്പോൾ അദ്ദേഹത്തിന് മുന്നിലുള്ള ഏക വഴി ഇതാണ്, കേന്ദ്ര സഹായം നേടിയെടുക്കുക എന്നതാണ്. അല്ലാതെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക അസാധ്യമാണ് എന്ന് CPIM മുഖ്യമന്ത്രിയും തിരിച്ചറിയുന്നു. അതിനനുസരിച്ചിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ്. അത് സംസ്ഥാനത്തിനും നല്ലതാണ്, രാജ്യത്തിനും നല്ലതാണ്. ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ മണിപ്പൂർ കിടന്ന് ദീർഘശ്വാസം വലിക്കുന്നുണ്ട്. കുഴപ്പമില്ല, കേരളത്തിൽ എന്തായാലും ഡബിൾ എഞ്ചിൻ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. താങ്കൾ ഇപ്പോഴും, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയാലും ഡോക്ടർ അരുൺ മാറില്ല. ഡബിൾ എഞ്ചിൻ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. സാധ്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മണിപ്പൂരിൽ വെന്റിലേറ്ററിലാണ്. ഈ നേരത്തെ കൊച്ചിൻ ഹൗസിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ കൊച്ചിൻ ഹൗസ് യഥാർത്ഥത്തിൽ ഈ രാമവർമ്മ മഹാരാജാവ് പിന്നീട് വാങ്ങുന്നതാണല്ലോ കൊച്ചിൻ ഹൗസ്. അപ്പോൾ അത് വാങ്ങുമ്പോൾ അത് അവിടെ താമസിച്ചിരുന്നത് ഈ സുജൻ സിംഗ് എന്ന് പറയുന്ന ഈ ലൂട്ടൻ്റെ ഈ ഡൽഹി പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെൻറ്റൊക്കെ നിർമ്മിച്ച ശില്പികളിൽപ്പെട്ട ഒരാളാണ്.
അപ്പോൾ ആ എഞ്ചിനീയറുടെ മകൻ്റെ കയ്യിൽ നിന്നാണ് രാമവർമ്മ മഹാരാജ വാങ്ങുന്നത്. അന്ന് ഗവർണർ ജനറലുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഹൗസ് വാങ്ങുന്നത്. അവിടെ കൊച്ചിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഗവർണർ ജനറൽ എടുത്ത തീരുമാനങ്ങളെല്ലാം ഇവിടെ വെച്ചാണ് തീരുമാനം എടുത്തതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും കൊച്ചിൻ ഹൗസിന് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. മഹാരാജാവ് കൊച്ചിയിലെ മഹാരാജാവായിരുന്ന രാമവർമ്മയുടെ സ്ഥലമായിരുന്നു. പിന്നീടാണ് കേരള സർക്കാർ ഇത് കേരള ഹൗസിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത്. അവിടെയാണ് ചരിത്രപ്രധാനമായ ഈ ചർച്ച നടന്നിരിക്കുന്നത്. ഇൻഫോർമൽ ഡിസ്കഷനാണ് നടന്നത്. പുട്ടും കടലയും അപ്പവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും അതിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ക്ലിഫ് ഹൗസ് രാജ്ഭവൻ ഇക്വേഷൻ മാറി എന്നുള്ളത് ക്ലിയർ ആണ്. അല്ല, അതിന് മുൻപ് മുഖ്യമന്ത്രി അവിടെ ചെല്ലുമ്പോഴും ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെയുള്ള സമയത്തും രണ്ടുപേരും ഒരേ സമയത്തുള്ളപ്പോൾ പോലും മിണ്ടില്ല. ഒരേ സ്ഥലത്താണ്, ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് അപ്പുറം ഇപ്പുറം നിൽക്കുമ്പോൾ മിണ്ടില്ല എന്നുള്ളത്. ഇപ്പോൾ ദില്ലി പോസിറ്റീവ് ആണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം യെസ് എന്ന് തന്നെയാണ് 4 പേർക്കും. Meet the editors.